ഹലോ 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 ചില കോസ്റ്റ്യൂം എടുത്ത് വിളിച്ചേ കോസ്റ്റ്യൂം JF മാൻ മാൻ JF മാൻ അടിപൊളി മഞ്ചേരി. കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട്. ഏഹ് അപ്പൊ ബാക്ക് ടു വ്ളോഗ്സ് ഇന്നലെ വരവ് വരവ് കണ്ടു. അത് ഒരുമാതിരി പോക്കായി, അതൊരു വല്ലാത്തൊരു വരവായി. അതിൽ ചോദിക്കുന്നുണ്ട് എന്ത് ഇത് രണ്ടാമതൊരു വരവ് വരേണ്ടി വരും, അതായത് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതെ, ഷാജി കൈലാസിന്റെ ജോജു ജോജുനെ ജോർജു ജോജു ജോർജ് ജോജു ജോർജിനെ നായക കഥാപാത്രം നായകനാക്കി വന്നിട്ടുള്ള ഒരു മൂവിയാണ് വരവ്. അപ്പൊ ഇന്നലെ മലപ്പുറം കോട്ടപ്പടി മല്ലിക ഫ്ലക്സിലാണ് ഞങ്ങൾ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. 7 മണിന്റെ 7:30 ഷോ. അപ്പൊ എന്താ, കുറെ കാലത്തിന് ശേഷം ഷാജി കൈലാസിന്റെ നല്ലൊരു ത്രില്ലർ മൂവി അല്ലെ, എന്ത് മൂവിയായിരുന്നു? ത്രില്ലർ ആക്ഷൻ ത്രില്ലർ മൂവി എക്സ്പെക്ട് ചെയ്ത് പോയതാണ്. പക്ഷേ കിട്ടിയതോ ഡിസപ്പോയിന്റഡ് ആയി ചോദിച്ചു കഴിഞ്ഞാല് ഫുള്ളായിട്ട് അത് ഡിസപ്പോയിന്റഡ് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും എക്സ്പെക്ടേഷൻ അത്ര ഉയർന്നില്ല. എന്റെ കേസാട്ടോ. പഴയൊരു സ്ക്രിപ്റ്റ്, ഞാൻ മനസ്സിലാക്കിയത് 90 കാലഘട്ടത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമ, അതിനെ കുറിച്ച് സിനിമ അതെ ഇപ്പത്തെ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഡൈജസ്റ്റ് ആവില്ല. അതാണ് ശതമാനം ഉറപ്പാണ്. കഥന്റെ പശ്ചാത്തലം വരുന്നത് അല്ലെ, കാസ്റ്റിംഗ്സ് കുറെ ഉണ്ട്. പരോളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പോൾസ് എന്നുള്ള കഥാപാത്രം, അദ്ദേഹത്തെ നാട്ടിലോട്ട് വരികയാണ് പരോളിന്. അപ്പൊ ആ പരോളിന് മീൻസ് സ്പോയിലാക്കുന്നില്ല, അതിന് ശേഷമുള്ള ഒരു സ്റ്റോറിയാണ് കഥ പറയുന്നത്. ആ ഒരു റിവെഞ്ചും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ജീവിതം. ഡ്രോൺ ക്യാമറ സെറ്റപ്പുകൾ കുറെ ഉണ്ട്. ഫുള്ള് പറക്കലായി, മേൽ നിന്നുള്ള വ്യൂസ് കുറെ ഉണ്ട്. അത് ഞാൻ ഇതൊക്കെ ഇപ്പത്തെ അധികം മൂവികളും ഒരേ പാറ്റേൺ. ഇപ്പോൾ നിയറസ്റ്റ് കഴിഞ്ഞ മൂവികളും അല്ലെങ്കിൽ എല്ലാം കഥാപാത്രങ്ങളും സിനിമന്റെ പേര് മാറണമെന്നുള്ളൂ, കഥയും ഇതൊക്കെ ഒരേപോലെ തന്നെ. എനിക്ക് വളരെ ഒരു ആവർത്തന വിരസിത അല്ലെ. പിന്നെ എന്താ വെച്ചാൽ കണ്ടിരിക്കാം അത്ര. ചില ഫ്രെയിം വർക്കും ചില സീൻ ടു സീൻ ചിലതൊക്കെ അടിപൊളിയായിട്ടില്ല. ഒരു ഓഫ് റോഡ് സീൻ ഉണ്ട്, അതെങ്ങനെയുണ്ട്? ഓഫ് റോഡ് സീന്, ആ ലാസ്റ്റ് ഉള്ള ഒരു ഓഫ് റോഡ് സീന് അത് രസമുണ്ട്. അത് കുറച്ച് ഇഷ്ടപ്പെട്ടു ചെയ്തതൊക്കെ. അതൊക്കെ കാണണമെങ്കിൽ പറ്റും. പിന്നെ എടുത്തു പറയാന്ന് പറഞ്ഞാല് പെട്ടെന്ന് സ്റ്റോറി അവസാനിപ്പിച്ചു വില്ലന്മാരെ. അത് ക്ലൈമാക്സിലാണ്. ക്ലൈമാക്സില് അതായത് ഒരു ഭയങ്കര ഹൈപ്പില് കൊടുന്നു നമുക്ക് തന്നെ മനസ്സിൽ അവരോട് പ്രതികാരം തോന്നും, ഇയാളെ നിൽക്കുന്നെങ്കിൽ സെറ്റപ്പായി. പക്ഷെ അത് പെട്ടെന്ന് ഒരു ഇതായി. പിന്നെ എന്താ വെച്ചാല് മെയിൻ എന്ന് വെച്ചാൽ പഴയ കുറെ കഥാപാത്രങ്ങൾ വന്നു അല്ലെ. അതെ. പിന്നെ നമുക്ക് എന്താ വെച്ചാല് ഇതില് കൊച്ചേട്ടൻ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് കൊച്ചേട്ടൻ, മുരളി ഗോപി. മുരളിഗോപിന്റെ ഒരു വില്ലൻ വേഷം എല്ലാ സിനിമയിലും ചെയ്യുന്ന പോലെ ഒരു പീക്ക് ലെവൽ എത്തിച്ചു. ഈ സിനിമ നമ്മള് എങ്ങനെ പറയാണെന്ന് വെച്ചാല്, ഇതിപ്പോ ഒരു 90s അല്ലെങ്കിൽ ഒരു 2003 വരെയുള്ള ആളുകൾക്ക് അന്നൊക്കെ അത് ഇറങ്ങുകയാണെങ്കിൽ ഇത് അടിപൊളിയാവും. ഞാൻ മനസ്സിലാക്കിയത് ഈ പടത്തിൽ ലോജിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. റിയാലിറ്റി ഇത് റിയാലിറ്റി അല്ല. പക്ഷെ എന്നാലും ഒരാള് ഒരു 4-5 കൊലപാതകങ്ങൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ അത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പോലീസിനെ കൊല്ലണ പോലെ ഉണ്ട്. അപ്പൊ ഒരു ക്യാമറ പോരല്ലോ, ഒരു ക്യാമറ മാത്രമല്ല, സറൗണ്ടഡ് ഏരിയയിൽ എന്തായാലും ക്യാമറ ഉണ്ടാവില്ലേ. അതായത് ഇത് പഴയ പടം എന്നുള്ള രീതിയിൽ അറക്കണമായിരുന്നു. അതെ, ഇതെന്താ വെച്ചാൽ ആളുകൾക്ക് 1992 ഒരു പടം 2006 ഇറങ്ങി. അല്ല, ഞാൻ മനസ്സിലാക്കണ എന്താ വെച്ചാല് അന്നൊന്നും ഇത്രത്തോളം ഫോണുകളോ ക്യാമറ ഇതൊന്നും അന്നില്ല. സിനിമ എന്താന്ന് അറിയില്ല. ഇന്നിപ്പോ എല്ലാരും ഫോണിൽ വരെ സിനിമ എടുക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് ഇതിന്റെ ബാക്കിൽ നടക്കണ എന്താണെന്ന് വരെ എല്ലാവർക്കും അറിയാം. ശരിയല്ലേ ഞാൻ പറഞ്ഞ്? 100%. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ആളുകൾ ഇത് ഒറ്റയടിക്ക് കാണുമ്പോ തന്നെ ഇത് പോരാന്ന് പറയണത്. അന്നൊന്നും നമ്മൾ ഇങ്ങനെ ഇത് കാണുമ്പോ ഇത് പോരാന്ന് പറയണില്ല. ആളുകൾ പീപ്പിൾ എക്സ്പെക്ടഡ് മോർ. ഇപ്പൊ പണ്ടത്തെ പോലെ ഈ പറഞ്ഞ പോലെ മോളിവുഡും കഴിഞ്ഞ് ടോളിവുഡും കഴിഞ്ഞ് ഹോളിവുഡും കഴിഞ്ഞ് ബോളിവുഡും കഴിഞ്ഞ് ഹോളിവുഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ പഴയത് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ ഞാൻ പറയാം, ശരി, ഇങ്ങനെ ആളുകൾ ഇപ്പൊ ഒന്നാമത് ഈ റിവ്യൂസ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യണ കാര്യം കേട്ടോ. അതായത് എതിർപ്പുകൾ കുറെ ഉണ്ടാവും. കാരണം ഇതിൽ ഒരു സംഘർഷ അല്ലെ, രണ്ടഭിപ്രായങ്ങളാണ്, സംഘർഷ ഒപ്പീനിയൻ ആണ്. രണ്ടഭിപ്രായം പറയാം, ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഇതില് ഇപ്പൊ സ്കിൽഡ് ടീം ഉണ്ട്, പിന്നെ ഇതില് മറ്റേ സിനിമാറ്റോഗ്രാഫി ഉണ്ട്,
എല്ലാം അടിപൊളിയാണ്. ഇപ്പൊ പറഞ്ഞത് ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ പടം പഴയതായിപ്പോയി അല്ലെ? കഥ പടമല്ല, കഥ തിരക്കഥ. അതിന്റെ തിരക്കഥ തിരക്കഥ പഴയ ഒരു തുടക്കം മുതൽ തന്നെ കഥ എങ്ങോട്ട് പോകും, ക്ലൈമാക്സും പിടി കിട്ടി. ഇതാണ് ഇതിന്റെ ഏതൊക്കെ സിനിമ, ഏതോ സിനിമ മാറ്റി. പക്ഷെ നമുക്ക് എന്തായാലോ ഇങ്ങനെ കണ്ടിരിക്കാം, ഒരു വൺ ടൈം ആയിട്ട് കണ്ടിരിക്കാം. ഇതിപ്പോ മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെയും മാതിരി ആക്കാൻ നോക്കിയതാണ് സത്യം പറയാലോ. പിന്നെ ഓക്കെ, പിന്നെ ഇത്രയും ഒരു മാസ് പടം കൊണ്ടുവരുമ്പോ അതിന്റെ പശ്ചാത്തലം, അതായത് ഓരോ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന BGM നമ്മൾ നന്നായിട്ട്, കാരണം ഇപ്പത്തെ ട്രെൻഡ് സെക്ടർ എന്ന് വെച്ചാൽ BGMs ആണ്. ഓരോ സിനിമകൾക്ക് നായകന്മാർക്ക് കൊടുക്കുന്നത്, ഈവൻ വില്ലന്മാർക്ക് കൊടുക്കുന്നതായാലും. പക്ഷെ ഇതിലെ പശ്ചാത്തല സംഗീതം, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് ഞാൻ പറയാം, ഇപ്പൊ എസ്പെഷ്യലി ജോജു ജോർജിനൊക്കെ കാണിക്കുമ്പോ ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടെ ഒക്കെ സാംസി എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. പിന്നെ സോങ് ഒന്നൊരു ഇത് ഞാൻ ഇതൊരു നാടകമാണ്. അതെ, ഇപ്പൊ ഒരു ആക്ഷൻ കഴിഞ്ഞു, പിന്നെ ഒരു സോങ്. അതായത് ഇവര് പഴയ പാറ്റേണിൽ തന്നെ എപ്പോഴും പിടിക്കണത്. സോങ്, ഒരു ഇടി, പിന്നെ ഒരു പാട്ട്, പിന്നെ ഒരു സെന്റിമെന്റല്, പിന്നെ അതിനെതിരായിട്ടുള്ള ഫസ്റ്റത്തെ ആ ഫൈറ്റിന് ഇപ്പം പറയണ്ടേ ദീപക് പറമ്പോളെ MLA പറയണ്ടേ, അത് ഞാന് അവൻ ഇതൊന്ന് ഇറങ്ങി വരുമ്പോ ഞാൻ അവനെ ഇടിക്കാനുള്ള പ്ലാൻ ഇട്ടതാണ് എന്നുള്ളത് ഒരു പകുതി ഹാഫ് ഇന്റർവെല്ലിന്റെ മുന്നിട്ട് പറയുന്നത്. ഇപ്പത്തെ കാലഘട്ടത്തിലൊക്കെ തോക്കാണ്. ഇതാ പാണ്ടിലോറി ഉപയോഗിച്ച് കൊലപ്പെടുത്തുക. ഏതായാലും പടം നമ്മളിപ്പോ മലയാളത്തിൽ തന്നെ ഒരുപാട് ഹൈടെക് ആയിട്ടുള്ള മൂവികൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു പ്ലോട്ട് സിനിമ ഇറക്കി കഴിഞ്ഞാൽ അതെന്തായാലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യൂല, അക്സെപ്റ്റൻസ് കിട്ടൂല. ജസ്റ്റ് ലൈക്ക് നോർമൽ മൂവി. എന്നാലും ഇതിന്റെ എഫേർട്ടുകൾ, ഈ മൂവിന്റെ എഫേർട്ട് എടുത്ത് പറയുന്നതാണ്. പല സീൻ ടു സീൻ, ചില പ്ലോട്ട്, ബാക്ക്ഗ്രൗണ്ട്. ഇതിൽ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ആ റേസിങ്. പക്ഷെ ആ റേസിങ്ങിലും ഇതുണ്ട്, പക്ഷെ അതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ജോജു ജോർജിനെ മാത്രം ഇതിലൊരു മാസ് ക്യാരക്ടറായി. ഇത്രയും വലിയൊരു ക്രൗഡിനെ മീൻസ് ആളൊറ്റക്ക് റിവെഞ്ച് ചെയ്ത ഒരു ഹീറോ. രണ്ടാൾക്കാരുടെ ബാഗില് ഒക്കെ കൊടുക്കായിരുന്നു സപ്പോർട്ടിങ് ആയിട്ട്. പക്ഷെ കൊടുത്തു ബൈജു സന്തോഷിനെയൊക്കെ ശരിയാക്കി. അൺവാണ്ടഡ് കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഇതിൽ വേറെ ഒന്നും, ഇതിൽ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേ ഇപ്പൊ നമുക്ക് വില്ലൻ കഥാപാത്രം നായക കഥാപാത്രത്തിന്റെ ആളുകളെ കൊല്ലുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് വില്ലൻ കഥാപാത്രത്തിനോട് ഒരു ദേഷ്യം ഉണ്ടാവും. അതെ. അപ്പോ ആ ഒരു ഫീലിംഗ് കഥയിൽ ഒരു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ആ ഫീലിംഗ് കൊണ്ടുവരാൻ ഉപയോഗിച്ച ടെക്നിക്സ് എന്താ, ആ കൊല്ലുന്ന രംഗങ്ങൾ. അതായത് ഇനി വരവ് ഒന്നുകൂടി വരേണ്ടി വരും. ഇല്ല പൊന്നോ വേണ്ട. പിന്നെ അപ്പൊ എന്താ വെച്ചാൽ പടം എനിക്കൊരു ഞാൻ മാർക്കറ്റ് ആണെങ്കിൽ 5 2.5 വരും. പിന്നെ പടം കാണണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് പടം അല്ലെ. എല്ലാരും സിനിമാറ്റോഗ്രാഫി സിനിമ എന്തായാലും ഞാനൊക്കെ ഇത് കൊറേ ദിവസമായി അനുസരിനോട് പറയണു, എന്താ നമുക്കിത് വരവ് ഇതൊക്കെ തന്നെ ഭയങ്കര ഇത് കാണാൻ പോണം എന്നൊക്കെ. എന്താ വെച്ചാൽ ആകെ ഇതിന്റെ ഒരു ബാഡ് വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പ് സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ. അതായത് നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി ആരാണ് വില്ലൻ, എന്തിനാണ്. ചീപ്പ് സ്ക്രിപ്റ്റ് എന്നല്ല, അതായത് ഇപ്പത്തെ സിനിമകളൊക്കെ വേറെ ലെവലാണ്. എല്ലാ സ്റ്റോറികളൊന്നും നല്ല സൂപ്പർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് പഴയ ആ സ്റ്റോറി എടുത്ത് വെച്ചു. ഒരു സസ്പെൻസോ അല്ലെങ്കിൽ ഒരു ഇതൊന്നുമില്ല, ഒരു എന്താ പറയാ ക്യൂരിയോസിറ്റിയോ ഒന്നുമില്ല. അത് മനസ്സിലായി ഇത് ഇതാണ് കഥ, ഇങ്ങോട്ടാണ് എത്തും, അവസാനം ഇങ്ങനെയാണ് പോകും. ക്ലൈമാക്സ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ മാതിരി തോന്നുന്നത്. ജോർജുവിന്റെ ആ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഇത് കിൻഡലിടി അതല്ല, മൂപ്പര ബോഡി ഇതിലേക്ക് സൂട്ടാവും. കിൻഡലിടി പ്രതീക്ഷിച്ച് പോയക്ക് കുറച്ചൊക്കെ ഒരു കിൻഡലിടി കിട്ടും. പക്ഷേ എന്നും ഇത് ഈ കിൻഡലിടി ഞാൻ ഇവിടെയൊക്കെ പോസ്റ്റ് കണ്ടിരുന്നു, നല്ല കിൻഡലിടി എന്നുള്ള എല്ലായിടത്തും ഇതാ വെച്ചിട്ടുള്ളത്. പക്ഷെ ചെന്ന് കണ്ടപ്പോ കിൻഡലിടി വെച്ചാൽ കുറച്ചുകൂടെ ടെക്നിക്കലി എൻഹാൻസ് ആയിരുന്നു പല കാര്യങ്ങളും. ടെക്നിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് എങ്ങനെ വെച്ചാല് രസമുണ്ട് സംഭവം. മറ്റേ ആ ചില ഇതൊക്കെ രസമുണ്ട്. സിനിമ നമ്മളെന്താ വെച്ചാല് ചില പോയിന്റില് ഫൈറ്റ് സീനിലൊക്കെ ആർട്ടിഫിഷ്യലിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യും. സിനിമ നല്ലതോ ചീത്തയെന്നുള്ളതല്ല, പക്ഷെ എടുത്തു വെച്ചതൊക്കെ രസമുണ്ട്. പക്ഷെ എന്താ പറയാ, കഥ പഴയ പോലത്തെ കഥ.
അത് ഞാൻ പറഞ്ഞ അത് 90 കാലഘട്ടത്തിലെ അതെ, ഒരു അത്ര കൊമേഴ്സ്യൽ പടം ഒന്നുകൂടി റിലീസ് ചെയ്ത പോലെ കുറച്ച് മോഡിഫൈ ചെയ്ത്, അതെ അതായത് അതെ പഴയ ഒരു കാലഘട്ടത്തിലെ പടം അത് ഇപ്പത്തെ കാലത്ത് അതിന്റെ കുറച്ച് എലമെന്റ്സ് ഒക്കെ ഇറക്കി. പക്ഷെ അത് കണക്ട് ആവില്ല അതെ അതെ ഇപ്പത്തെ ആളുകൾക്ക് കണക്ട് ആവില്ല. കാരണം വെച്ചാല് ആ ഒരു പല കാര്യങ്ങളിലേക്കും ജനറേഷൻ ഗ്യാപ്പ് നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. പല ഇപ്പത്തെ കാര്യങ്ങളും എസ്പെഷ്യലി ഇപ്പത്തെ മൂവീസ് ആൾക്കാർ ആണെങ്കിലും ഇപ്പത്തെ പയ്യന്മാർക്കൊന്നും ഇത് ഇപ്പത്തെ കോസ്റ്റ്യൂംസ് പറ്റൂല. ആണെങ്കിലൊക്കെ അതിൽ ആ ഒരു അതെ 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 ഇപ്പത്തെ ആൾക്കാർക്ക് പറ്റില്ല. പിന്നെ വാണി വിശ്വനാഥ്, പ്രശ്നം. പിന്നെ പഴയ കുറെ കഥാപാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെ പഴയ അതെ സിനിമ. പിന്നെ മറ്റേ പുതിയ ഇവിടെ സാനിയ അയ്യപ്പന് അങ്ങനെയൊക്കെ സാധാരണ കാര്യമായിട്ടൊന്നും ഒരു ഇത് അന്ന് ആവാൻ പറ്റിട്ടില്ല. ഇതിൽ പിന്നെ ഡോമിനേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്നു പോയി. പിന്നെ നമ്മളെ ബൈജു സന്തോഷ്, ബൈജു ഏട്ടൻ. അതാ ഇതൊക്കെ എന്താ ഇതൊക്കെ ആവർത്തിത വികസിതമാണ്. ഈ ബൈജു നായരുടെ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മീൻസ് കൗണ്ടർ കുറെ പടങ്ങൾ കൊറേ ഉണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് വരുന്നു. അതെ സ്ഥിരം പാറ്റേൺ ആണ് ഇതിലേക്ക് ഒരു പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ ഇത് കാണുമ്പോൾ പല മൂവികളും കണക്ട് ആവും. ഒരു അതിനിടയിൽ സെക്കൻഡ് ഹാഫിൽ ഒരു വില്ലൻ വരും, നമ്മുടെ ഈ കൊച്ചേട്ടന്റെ മോന് പറഞ്ഞിട്ട്. അത് കറക്റ്റ് മാർക്കോ കറക്റ്റ് മാർക്കോന്റെ മാർക്കോന്ന് ഇങ്ങോട്ട് വന്ന അതേ വേറൊരു അതേ വെഹിക്കിള്, അതേ കോസ്റ്റ്യൂം, അതേ ആക്ടിങ്. പിന്നെ ചുരുട്ടും ഈ അങ്ങനത്തെ കുറെ പഴയ കാലങ്ങളിൽ തന്നെ അങ്ങനത്തെ വില്ലന്മാർക്ക് ഒരു ഫോറിനേഴ്സ് ആയിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ പാർട്ണർ, അത് ഈ സിനിമയിലും ഇതിലും വന്നിട്ടുണ്ട്. ഇതിലും വന്നു. അതന്നെ സത്യം പറഞ്ഞ ഞാൻ ഇത് പഴയ വിചാരിച്ചു പടങ്ങളിലൊക്കെ എത്ര ഇത് മാർക്കോക്കെ ഇനി കേറിയോന്ന് കേറിക്കാന്നറിയാം. കുറച്ചേരം ഒന്ന് അതേ പറഞ്ഞു നോക്കി പല കഴിഞ്ഞപ്പോ ഷാജി കൈലാസ് ഒരു ക്യാൻവാസിൽ പടം ഉദ്ദേശിക്കാൻ കൊടുന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കോപ്പി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ പല എലമെന്റ്സും എടുത്തിട്ട് ഇതിലേക്ക് പ്ലേസ് ചെയ്തതാണ്. അതായത് മുമ്പ് കണ്ട പല പടങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന പടങ്ങളാണ്. പടം സ്റ്റൈലിഷ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ആ റേസിങ് ഇങ്ങനത്തെ അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിയോഗ്രഫി അല്ല, സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റൈലാണ്. പക്ഷെ എന്താ പറയുക, ഇത് കുറച്ച് മുന്നേ ഇറങ്ങിയ പോലത്തെ പടമായി. അത്രേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. എല്ലാരും പോയി കണ്ടോളി അല്ലെ, കണ്ടിരിക്ക. ഒരു ടീം വർക്കാണ് വരവ്. നമ്മള് നല്ലൊരു പ്രതീക്ഷയിലായിരുന്നു, വരവ് പറഞ്ഞിട്ട് അല്ലെ. എസ്പെഷ്യലി ഞാൻ പ്രതീക്ഷിച്ചത്ര എത്തിയില്ല. ഞാൻ നല്ല പ്രതീക്ഷയിലൊക്കെ പോയത് ഒരു വരവ്. നിങ്ങൾ അതിന്റെ സെക്കൻഡ് ഹാഫിൽ ഉറങ്ങി. ഒന്നാമത് ഭയങ്കര നല്ല മഴക്കാലം. പിന്നെ ഇയാളൊക്കെ പിന്നെ ഉറങ്ങി. ഞാൻ കോഫി പിന്നെ ഫസ്റ്റ് ഹാഫിന് ശേഷം കോഫി അടിച്ചതിന് ശേഷമാണ് ഇതായത് റെഡി ചെയ്ത്. ബാബുരാജിനെ കുറിച്ച് എന്താ പറയാ? ബാബുരാജ് പഴയ ഒരു ആള്, ആദ്യം വളരെ സീരിയസ് ആയിട്ട്, പിന്നെ ഒരിടക്കാലങ്ങളിൽ കോമഡി ഗുണ്ടാ പോലീസ്, പിന്നെ കുറച്ചു കാലം സിനിമകളിൽ കണ്ടിട്ടേ ഇല്ല, ഫീൽഡ് ഔട്ട് ആയി വിചാരിച്ചു. ഇപ്പൊ വീണ്ടും ആ പഴയ ഒരു മുല്ലൊരു വില്ലൻ പോലീസ് വേഷത്തിൽ വന്നിട്ട് ആ ഒരു ക്യാരക്ടറാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ആ രീതിയിൽ മുപ്പരിതായിട്ടുള്ള രീതിയിൽ അല്ലെ ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് അടിച്ച പടം, രണ്ടുപേരും പോലീസ് വേഷത്തില്. അതിന്റെ പേയാണ്. അപ്പൊ ഇനി അടുത്ത ഒരു മൂവി ആയിട്ട് വരാം. അപ്പോ നല്ല നല്ല മൂവികൾ ഇനിയും വരട്ടെ അല്ലെ. അതെ നല്ല മൂവികൾ വരട്ടെ. അനസിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കമന്റോട് നിങ്ങൾ ഈ മൂവി വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വരവ് എന്നുള്ള മൂവി നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കമന്റ് ഇടി, നിങ്ങളെ പേഴ്സണൽ ഒപ്പീനിയൻ കൂടി അയക്കണം എന്താണെന്നുള്ളത്. കാരണം എല്ലാത്തിനും 5 വിരലുകൾ പോലെ 5 അഭിപ്രായങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് കൂട്ടായിരിക്കും, ചില ആളുകൾക്ക് അത് ബാഡ് ആയിരിക്കും, ചില ആളുകൾക്ക് പ്ലസ് ആയിരിക്കാം, ചിലർക്ക് അത് മൈനസ് ആയിരിക്കും അല്ലെ. തിയേറ്ററിൽ പോലീസ് സ്റ്റേഷനൊക്കെ കത്തിച്ചാണ്. ചിലർക്ക് ഞാൻ പറയില്ലേ പ്ലസ് ആയി മൈനസ്, അങ്ങനെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ്. അപ്പൊ ഇനിയും കാണാം. ചേട്ടാ.